ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നൊരു ബിരിയാണി മസാലേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കൊക്കെ കാണാം കേട്ടോ, നിങ്ങൾ ബിരിയാണി മസാലേൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കൊണ്ടി, ബിരിയാണി മസാല പൊടിക്കുന്ന സമയത്തൊന്ന് കാണിക്കൊണ്ടിന്ന് ഒരുപാട് കൂട്ടുകാർ കമൻറ്റിൽ ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ കുറേ മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാനലിലേക്ക് കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടില്ലേ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 ഗ്രാം സാജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ 10 ഗ്രാം ജാതിക്ക, 10 ഗ്രാം ജാതിപത്രി, 10 ഗ്രാം തക്കോലം. ഇതിങ്ങനെയൊക്കെ 10 ഗ്രാം ആക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ബിരിയാണി മസാല നമ്മളെപ്പോഴും കടയിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചത് വാങ്ങണകാട്ടിലും നല്ലത് ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും. കുറച്ച് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിത് മാത്രം പോരാ, കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. അത് ഞാൻ എടുക്കുന്ന സമയത്ത് കാണിക്കട്ടോ. അപ്പോൾ ഈ ഒരു ജാതിക്ക ഉണ്ടല്ലോ, ഇത് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഉള്ളി ഇഞ്ചിയൊക്കെ ചതക്കണ കല്ലുണ്ടല്ലോ, ചെറിയുള്ളിയൊക്കെ ചതക്കണ ആ ഒരു കല്ലുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ മിക്സിൻ്റെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും പൊടിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് 1 സ്പൂണ് ഗ്രാമ്പുവാണ്. ഇനി ചേർക്കുന്നത് 2 സ്പൂണ് ഏലക്കായാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാവുക്കാർക്ക് അവിടെ നിന്ന് കൊടുത്തയച്ചതാണ് ഏലക്കായ, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ചെറിയ ഏലക്കായ കേൾക്കാറ് കേട്ടോ കിട്ടുക, അതിൽ കുരുവൊക്കെ വളരെ കുറവ് കേൾക്കാരം. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണക്കാട്ടിലും നല്ലത് നമ്മളെ വൈദ്യശാല ഉണ്ടാവുമല്ലോ, അങ്ങാടിക്കടകൾ എന്നൊക്കെ പറയും നമ്മളിവിടെ നിന്ന് വിട്ടാൽ. ഇവിടെ വൈദ്യശാല എന്നാണ് കേട്ടോ പറയാം. ആ കടയിൽ ചെന്നിട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ ഒരു എടുത്ത് തരും കേട്ടോ. അതേപോലെ 10 ഗ്രാം അങ്ങനെ വെച്ചിട്ട് വാങ്ങിയാൽ മതി. ഇനിയിപ്പോൾ കൂടുതൽ പൊടി വേണമെന്നുണ്ടെങ്കിൽ 20 ഗ്രാം എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വലിയ 2 പീസ് പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതും കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 2 സ്പൂണ് വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നമ്മളെ പെരുംജീരകം. ഇനി നമ്മൾ 2 ബേ ലീഫും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് കുരുമുളകാണ് കേട്ടോ. നമ്മൾ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർക്കണില്ല. ഇപ്പോൾ ഈ എടുത്ത ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചേർത്ത് സാജീരകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് കരിയും കേട്ടോ. അതൊക്കെ ചെറുതാണ്, അങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ചോറൊക്കെ അടുപ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ മേലെ ഒരു അടപ്പ് വെക്കുമല്ലോ, ആ അടപ്പിൻ്റെ പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുത്താലും ഇത് ചൂടായി കിട്ടും കേട്ടോ. അങ്ങനെ ചട്ടിയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം എന്നൊന്നുമില്ല. ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ പാൻ ഇതാ ചൂടായിട്ടുണ്ട്. ഞാൻ നല്ല കട്ടിയുള്ളൊരു പാനാണ് ഇട്ട് എടുത്തിട്ടുള്ളത്, സ്റ്റീലിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ചൂട് കട്ടിയുള്ള പാത്രം എന്ന് പറയില്ലേ, അങ്ങനത്തെ പാൻ കേട്ടോ. അത് ചൂടായതിന് ശേഷം ഇതൊക്കെ കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലേ, ബുദ്ധിമുട്ടല്ല, ഒരു മടി പോലെ തോന്നും. അപ്പോൾ ഞാനിതൊക്കെ കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കണത്. അപ്പോൾ തീ ഞാൻ പറ്റ സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് പിന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഒന്ന് ചൂടായി കിട്ടണം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടോ. പിന്നെ ഇതുപോലെയുള്ള ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താലും ആ ഒരു ചട്ടി നല്ല ചൂടുണ്ടാവും. അതിൽ കടന്നിട്ട് പാകത്തിന് ഇത് വറവായി കിട്ടും ചെയ്യും, കരിഞ്ഞു പോവില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കരിഞ്ഞാൽ തന്നെ നമ്മുടെ ബിരിയാണി മസാലേൻ്റെ ആ ടേസ്റ്റ് പോവും. അപ്പോൾ അങ്ങനെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യരുത്, ഇതിനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് അതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. പിന്നെ ഞാൻ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് സമയം അങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് ഇതാ നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക, അതിന് ഓരോ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട്. അപ്പോൾ ഒക്കെ നല്ലോണം പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ചൂടാക്കി പൊടിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ബിരിയാണി മസാലയ്ക്ക് ആ ഒരു വറുത്ത ടേസ്റ്റും കിട്ടും. അതേപോലെ തന്നെ ചതികൊക്കെ അതേപോലെ വറുത്ത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടാവാതെ നിൽക്കും ചെയ്യും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. വറുക്കാതെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലാതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട കെട്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്, എന്നാലും തീരെ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ 10 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 20 ഗ്രാം വെച്ചിട്ട് എടുത്ത് ഇതേപോലെ പൊടിച്ച് സൂക്ഷിക്കുക. ഒരു 15 കിലോ ബിരിയാണി വരെയൊക്കെ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. 20 ഗ്രാം എടുക്കുകയാണെങ്കിൽ 10 ഗ്രാം വെച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു അളവിൽ നമുക്ക് എന്തായാലും ഒരു 8-9 കിലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും.
മസാലക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കാറ്ററിംഗ് ഉണ്ടായതിനും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു മസാലപ്പൊടി. അപ്പോൾ ഇതിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാക്കിയ ബിരിയാണീൻ്റെ റെസിപ്പി ഇൻഷാല്ലാ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി പിന്നെ കാണിക്കട്ടോ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്